आइलैंड है, बोलघाटी आइलैंड कहता है। तो टूरिस्ट एरिया है और शूटिंग एरिया भी है। ये जो दो बिल्डिंग है तो हनीमून कॉटेजेस है। ये पूरा KTDC चलाता है, केरला टूरिज्म डेवलपमेंट कॉरपोरेशन का अंडर में है। ये आइलैंड का अंदर एक पैलेस है, डच लोगों ने बनाया है 1744 में। ये भी KTDC चलाता है, 3 स्टार होटल है, बोलघाटी पैलेस कहता है। ദിലീപിന്റെ നല്ലൊരു പടം മൈ ബോസ്, ദിലീപിന്റെ വീടായിട്ട് കാണിച്ചത്. ഓട്ടോഗ്രാഫ്, രാജാവിന്റെ മകൻ, 20-ാം നൂറ്റാണ്ട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, മനുവെങ്കിൽ, പച്ചക്കുതിര, സമ്മറിൻ ബദ്ലഹേം, മമ്മൂട്ടിയുടെ നിറക്കൂട്ട്, അങ്ങനെ ഒരുപാട് 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 ഒരുപാട്. ഇവിടെ ചെന്നിരിക്കാം, പൂർവ്വ ക്ലോസ് എടുത്തൂടെ? നിങ്ങൾ എന്തിനും ഇത്ര ഡിസ്റ്റൻസിലേക്ക് ഇങ്ങോട്ട് പോരും, ഇങ്ങോട്ട് പോകും, എവിടെ നടത്തി ഇങ്ങോട്ട് പോകും. ये पैलेस डच लोगों ने बनाया है, अभी KTDC चलाता है। हम लोग अभी चलता है, ये नदी का नाम है पेरियार। ये पेरियार जाता है अरेबियन सी तक। ये पूरा बैक वाटर है और सोल्टी वाटर है, नमक का पानी है। इधर का डेप्थ होता है 15 to 20 फीट होता है. പണ്ട് അണ്ടർ का नीचे അറബിക്കടലിലാണ്. ഇത് മൊത്തം ബാക്ക് വാട്ടറാണ്, അതുകൂടാണ്ട് സോൾട്ടി വാട്ടറാണ്, ഉപ്പുവെള്ളമാണ്. ഇവിടുത്തെ ആഴം 15 അടി മുതൽ 20 അടി വരെയാണ്. പോകുന്നൊരു ആഴം കൂടുന്നുണ്ട്. സംശയമുള്ളവർക്ക് അളന്ന് നോക്കാം, ധൈര്യമായിട്ടിരുന്നു. നീന്താനൊക്കെ അറിയാവോ? അതിൻ്റെ നീ എന്തിൽ പഠിക്കാഞ്ഞേ? അതല്ലേ പഠിക്കണേ? അറിയാൻ പാടില്ലേ? 6 ആക്കി ആയതോ അല്ല 7 ആവുമല്ലേ? 6 ആയി. ഓക്കെ, ടീച്ചർ ആയാലും താങ്കളായോ? ആരാകണം? ഉറപ്പാണ്. ഞാനിവിടെ ചോദിച്ചില്ല, ഞാൻ ഇതിനോടല്ലേ ചോദിച്ചത്. ചെന്നിട്ട് നേരെ കുരക്കിന് പിടിക്കാൻ. എനിക്കിപ്പോൾ സ്വിമ്മിങ് പൂൾ വേണം, സ്വിമ്മിങ് പഠിക്കാനുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഇതെന്താണ്? മാർഷ്യൽ ആർട്സ്. മാർഷ്യൽ ആർട്സ് മനസ്സിലായോ? കരാത്തെ, കുങ്ഫു, ജൂഡോ, തായ്ക്കണ്ടോ, കളരി, ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കണം, അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഗേൾസ് പഠിച്ചുകൊണ്ടിരിക്കണം നിത്യമായിട്ട്. ഓക്കെ, റൈറ്റ്. ഇതിലൊരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്, ലുലു ബോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ. 10,000 പേർക്ക് ഒരേ ടൈമിൽ മീറ്റിംഗ് കൂടാൻ കഴിയുന്ന ഒരു ഹാൾ ഇതിനകത്തുണ്ട്. ഏഷ്യയിൽ തന്നെ ആദ്യത്തെയാണ്. അതുകൂടാണ്ട് 4 ഹെലിപ്പാഡ് ഉണ്ട്. ഒരെണ്ണം ബിൽഡിങ്ങിൻ്റെ മേളിലാണ്, ബാക്കി 3 ഗ്രൗണ്ടിലാണ്. ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ ഷൂട്ടിങ്, വെഡിങ് പാർട്ടി, മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ये जो दिखता है आपको मालूम है, जो लुलू मॉल, लुलू ग्रुप का एक होटल है, ग्रैंड हयात. इधर भी सारे दिन शूटिंग, वेडिंग का पार्टी, मिनिस्टर्स मीटिंग सब चलता है इसमें. ഇത് ഇലക്ട്രിഫൈ ആണത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് കണ്ടെയ്നർ മാത്രമേ പോകുള്ളൂ, പാസഞ്ചർ പോവില്ല. ये जो दिखता है गोश्री ब्रिड्जेस है, इसका पीछे लास्ट में एक നിർത്തിയിരിക്കുമ്പോൾ ശരിക്കും കാണാം ഇന്റർനാഷണൽ വല്ലാർപാടം ബസിലിക്കയാണിത്. വല്ലാർപാടത്തമ്മയുടെ പള്ളിയാണ് കാണുന്നത്. 500 വർഷം പഴക്കമുണ്ട് ആ പള്ളിക്ക്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിയാണ് കാണുന്നത്. ये जो दिखता है तो वाइट टावर उधर इंटरनेशनल वल्लारबाड़म बेसिलिका है. वल्लारबाड़म चर्च है, 500 साल पुराना है. ब्रिटिश लोगों ने बनाया है वो चर्च. ये जो जहाज है तो इंडियन जहाज है, इंडियन डोमेस्टिक जहाज है, इंडिया से बाहर नहीं जाता है. इसमें होता है 3000 कंटेनर्स है. 2500 से 4500 तक कंटेनर लेके आने शिप इधर ही आता है. उधर जाओ, उधर जाओ, മാത്രമേ കൂടുതൽ പോകുന്നത്. കംപ്ലീറ്റ് നേവിക്കാരാണ് അതിൽ. അതിന് മുന്നിൽ വരുന്നതാണ് ഇന്ത്യൻ നേവിയുടെ പൈലറ്റ് ബോട്ടാണത്. നമുക്കൊന്നും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അതിന്റെ ബാക്കിൽ നിൽക്കുന്നത് സ്റ്റെൻ ഗണ്ണാണ് ആ കാണുന്നത്. ഇവർക്ക് ഫയർ ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്. പോകും. അവിടെ നിൽക്കുന്ന വെഹിക്കിൾ എല്ലാം വൈപ്പിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ്. फोर्ट कोची जंगार जेटी है. इधर का जो गाड़ी पूरे वाइप में जाने के लिए तैयारी करता है, इसका अंदर का गाड़ी पूरे ഒരു ജങ്കാറാണ് കാണുന്നത്. അതിൽ നിറയെ വെഹിക്കിൾസ് ആണ്, വാഹനങ്ങളാണ്. ഇത് വൈപ്പിൻ ഐലൻഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഫോർട്ട് കൊച്ചി ഐലൻഡ്. ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്താൻ ഉപയോഗിക്കുന്ന ജങ്കാറാണ് കാണുന്നത്. അഥവാ നമ്മൾ വൈപ്പിൽ നിന്ന് ബൈ റോഡ് ഫോർട്ട് കൊച്ചിക്ക് പോകണമെങ്കിൽ 2 മണിക്കൂർ വേണം. നമ്മൾ ഈ ജങ്കാറിന് പോകണമെങ്കിൽ 5 മിനിറ്റ്സിനുള്ളിൽ നമുക്കിവിടെ ഫോർട്ട് കൊച്ചിയിൽ ചേരാൻ കഴിയും. ഇത് കൊച്ചിൻ കോർപ്പറേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. रो एंड रो जंगार कहता है. तो उसमें पूरा गाड़ी है. ഫിഷ്നെറ്റ് ആണ് ഈ കാണുന്നത്. ഇത് 17th സെഞ്ചുറിയിൽ ബ്രിട്ടീഷ് ചൈനീസ് യൂറോപ്യൻസ് എല്ലാം ബിസിനസ്സിന് വേണ്ടി വന്നപ്പോൾ മീൻ പിടിക്കാൻ ഉപയോഗിച്ച ടെക്നിക്കാണ് ഈ കാണുന്നത്. ഇത് ചൈനീസ് ടെക്നിക്കാണ്, ചൈനീസ് ട്രഡീഷനാണ്. जो दिखता है चाइनीज फिशनेट है. 17th सेंचुरी में ब्रिटिश चाइनीज यूरोपियन और बिजनेस करने के लिए आया समय. എല്ലാവരും ഇരുന്നോളൂ കേട്ടോ, എല്ലാവരും ഇരിക്കുക.
ഇത് ഭയങ്കര ഡേഞ്ചറസ് സോണാണ്, അടിയൊഴുക്കുള്ള സ്ഥലമാണ്. 100 അടിയാണ് ഇവിടുത്തെ ആഴം. ये जो दिखता है अरेबियन सी है, हम लोग कहीं भी जा सकते हैं इधर से, क्योंकि इधर से 40 किलोमीटर दूर है इंटरनेशनल शिपिंग चैनल. इधर से हम लोगों को कहीं भी जा सकता है. अरेबियन सी और पेरियार नदी इतनी संगम होता है. കോഴിക്കോടാണ് ആസ്പിൻ വാൾ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയൊരു തുറമുഖമാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. കൊച്ചിൻ കോർപ്പറേഷനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഷൂട്ടിങ്ങും അതുപോലെ തന്നെ ബിനാലെ പോലുള്ള ഓരോ പ്രോഗ്രാം ഔട്ടല്ലേ. ഒറ്റക്കാരെയും അതുപോലെ തന്നെ ഡ്രഗ്സ് ആയിട്ട് വരുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത്, അതുകൂടാണ്ട് കടൽ ആക്സിഡൻറ്റ് സാമ്പിൾ റെസ്ക്യൂ ചെയ്യുന്നത് ഇവരാണ്. इंडियन कोस्ट गार्ड, भारतीय तटरक्षक, तो इन लोग जो कैंप है, इन लोग का ट्रेनिंग सेंटर है. इन लोग समुद्र में रहता है ट्रेसपासर्स का और स्मगलर्स और ड्रग्स वाले को अरेस्ट करने के लिए. जब समुद्र में एक्सीडेंट होने समय रेस्क्यू करता है इन लोग. भारतीय तटरक्षक कहता है, इंडियन कोस्ट गार्ड.